Hi all, welcome to Competitive Cracker. ഞാൻ നിഷ. ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സ്വപ്നമാണ് CSIR നെറ്റ് ഫിസിക്സ് നേടിയെടുക്കുക എന്നുള്ളത്. ഈ എക്സാം നേടിയെടുക്കുന്നതിന് ആഴത്തിലുള്ള ഒരു പഠനം അനിവാര്യമാണ്. സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. നിങ്ങൾക്കറിയാലോ, ഓരോ വർഷവും എക്സാം പാറ്റേണിൽ മാറ്റം വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽറ്റി ലെവലും കൂടി വരുന്നുണ്ട്. മാറി വരുന്ന ഈ എക്സാം പാറ്റേണിനെ കുറിച്ചുള്ള അറിവ് വളരെ അനിവാര്യമാണ്. ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടി വരുന്നു എന്നുള്ള വ്യക്തമായ ഒരു അറിവും നമുക്കുണ്ടാകണം. ഇത്തരത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുവാനും ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുവാനും സാധിക്കും. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്ന ഏരിയാസ് ഓരോ മൊഡ്യൂളിൽ നിന്നും മനസ്സിലാക്കി അതിന് പ്രയോറിറ്റി കൊടുത്തു വേണം പഠിച്ചു തുടങ്ങാനായിട്ട്. സോ നമുക്ക് ആദ്യമായിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇത് മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ z³ dz by z² minus 5z plus 6 where c is a closed contour defined by the equation 2 mod z minus 5 equal to 0 traversed in the anti-clockwise direction is. What is the integral? Integral z³ dz by z² minus 5z plus 6. Here the contour is 2 mod z minus 5 equal to 0, which can be written as 2 mod z equal to 5. That is mod z equal to 5 by 2, which is equal to 2.5. So it is a circle. So it is a circle having radius 2.5. Then for identifying the poles, we have to equate the denominator to 0. എന്താണ് ഡിനോമിനേറ്റർ? z² minus 5z plus 6 എന്നുള്ളതാണ് അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? z² minus 3z minus 2z plus 6 which is equal to 0. z കോമൺ എടുത്തു കഴിഞ്ഞാൽ z into z minus 3. minus 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ minus 2 into z minus 3 equal to 0. That is z minus 2 into z minus 3 equal to 0. We get the poles z equal to 2 and 3. So we can see that here one of the poles is inside the contour, inside the circle. Then we have to find out the residue, right? Okay. Then residue of f of z at z equal to 2. So what is the equation? Residue of f of z at z equal to z0. Equation endana? Limit z tends to z0 z minus z0 into f of z. So residue of f of z at z equal to 2. എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് z tends to z0 which means z tends to 2 അല്ലേ, into z minus z0 that is z minus 2 into എന്താണ് f of z എന്ന് പറയുന്നത്? z³ by z minus 2 into z minus 3. z minus 3 കട്ട് ചെയ്ത് പോകും അല്ലേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2³ divided by 2 minus 3. 2³ is 8. 2 minus 3 is minus 1. So we get minus 8. So z is equal to 2 എന്നുള്ള പോളിലെ നമുക്ക് എന്ത് കിട്ടി? റെസിഡ്യൂ കിട്ടി അല്ലേ. Okay. Then we know according to Cauchy's residues theorem, integral c f of z dz equal to 2 pi I into sum of residue at all singularities, right? Sum of residues. ഇവിടെ നമുക്ക് sum of residues എത്രയാണ്? -8 അല്ലേ.
So which is equal to 2 pi I. നമുക്ക് ഒരു റെസിഡ്യൂൽ ഉണ്ടായിരുന്നുള്ളൂ which is minus 8 which is equal to what? Minus 16 pi I. This is the answer. Okay. So നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ്സ് ഇക്വേഷൻസിനെ കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് വെച്ചിട്ട് ഈ പ്രോബ്ലം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ സാധിക്കും. സോ മൈനസ് 16 പൈ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. The next question, the number of ways in which n identical bosons can be distributed in two energy levels. ഇവിടെ number of bosons എത്രയാണ്? number of bosons എന്ന് പറയുന്നത് n ആണ് അല്ലേ? number of bosons n. Then number of energy level G equal to എത്രയാണ്? 2 ആണ് അല്ലേ? 2. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 ആണെന്നുള്ളത്. We know that the general formula for distributing n identical particle, that is boson, into G distinguishable energy level is. Then what is the equation? W equal to n plus G minus 1 factorial divided by n factorial into G minus 1 factorial. Okay. So substituting values നമുക്ക് എന്ത് കിട്ടും? n plus 2 minus 1 factorial divided by n factorial into 2 minus 1 factorial. Okay, നമ്മൾ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടും? W equal to n plus 1 factorial, right? n plus 1 factorial divided by n factorial into 1 factorial നമുക്ക് കിട്ടും. ഇനി what is n plus 1 factorial? What is n plus 1 factorial? n plus 1 factorial equal to n plus 1 into n into n minus 1 into n minus 2 etc. 3 into 2 into 1, right? So this can be written as n plus 1 into what? n factorial. So നമുക്ക് നമ്മുടെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? W എന്ന് പറയുന്നത് W equal to n plus 1 into n factorial divided by n factorial into 1 factorial എന്താണെന്ന് നമുക്കറിയാം, 1 തന്നെയാണ് അല്ലേ? into 1. സോ നമുക്ക് n ഫാക്ടോറിയലും n ഫാക്ടോറിയലും കട്ട് ചെയ്ത് പോകും. സോ നമുക്ക് എന്ത് കിട്ടും? W ഈക്വൽ ടു n പ്ലസ് 1 എന്ന ആൻസർ കിട്ടും. ദിസ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് അനദർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the energy of the lowest state in a one-dimensional potential box of length A is. നമുക്കറിയാം the equation, that is the energy of the particle in a one-dimensional potential box of length A എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ എന്താണ്? En is equal to n square h square divided by 8m a square ആണല്ലേ? So here the lowest energy state corresponds to the smallest value of the smallest possible value of the quantum number, that is n equal to എത്രയാ? n equal to 1. So terms ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്? En എന്ന് പറയുന്നത് എനർജി ഓഫ് ദ nth ലെവൽ ആണ് അല്ലേ? Then a എന്ന് പറയുന്നത് n എന്താണ്? ക്വാണ്ടം നമ്പർ ആണ് അല്ലേ? n എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, then what is a? A എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ ബോക്സ്. a is the length of the box. അപ്പോൾ ടേംസ് ഒക്കെ അറിയാമല്ലോ, ഇക്വേഷനും ടേംസും അറിയാം നമുക്ക് ഇനി ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. സോ the lowest energy state corresponds to the smallest possible value of the quantum number, that is n എത്രയാ? n equal to 1 അല്ലേ? സോ n equal to 1 എന്നുള്ളത് ഇക്വേഷനിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? E1 കിട്ടും അല്ലേ? that is E1 equal to 1 square into h square by 8m a square എന്ന് കിട്ടും അല്ലേ? So finally we get E1 equal to h square by 8m
A square. This is the energy of the lower state or ground state. അപ്പോൾ ഈ എനർജിയെ നമ്മളൊരു പേര് വിളിക്കുമല്ലോ. എന്താ അത്? എനർജി ഓഫ് ദി ലോവർ സ്റ്റേറ്റ് ഓർ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താ ഇതിനെ വിളിക്കുന്നത്? 0 പോയിന്റ് എനർജി. സോ ദിസ് ഇസ് എ 0 പോയിന്റ് എനർജി. അപ്പോൾ നമ്മൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. h സ്ക്വയർ ബൈ 8m a സ്ക്വയർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ കോൺസെപ്റ്റ്സ് ഓരോ മൊഡ്യൂളിലെയും കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം. കോൺസെപ്റ്റ്സ് നമ്മൾ വളരെ ആഴത്തിൽ തന്നെ പഠിക്കുക. ആഴത്തിൽ തന്നെ പഠിച്ചിട്ട് ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ്സിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലേ. പ്രോബ്ലംസ് ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ പഠിക്കുന്ന കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലേ, പ്രത്യേകിച്ചും ഇത്ര വലിയൊരു എക്സാമിന്. അപ്പൊ നമ്മൾ കോൺസെപ്റ്റ്സ് അത്രയും ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന് ഈസി ആയിട്ട് നമ്മുടെ നിശ്ചിത സമയത്തിനുള്ളിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ കോൺസെപ്റ്റ്സ് പഠിക്കാൻ മാത്രമാണോ ചെയ്യേണ്ടത്? അല്ല. കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഇതുപോലുള്ള എല്ലാ മൊഡ്യൂളുകളിൽ നിന്നും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് PYQ പ്രാക്ടീസ് ചെയ്താൽ അത്രയും നല്ലത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ്സും പാറ്റേൺസും ഒക്കെ നന്നായിട്ട് മനസ്സിലാവും അല്ലേ. അപ്പം ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു പരിശീലനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പരിശീലിക്കുക. സോ ഈ ഒരു വലിയ സ്വപ്നം നേടിയെടുക്കുന്നതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ CCയിലെ CSIR നെറ്റ് ഫിസിക്സിന്റെ ഒരു ലോങ് ഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഫീച്ചേഴ്സ് എന്നുള്ളത് അല്ലേ? ലൈവ് ക്ലാസ്സസ്, അതായത് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് അധ്യാപകരോട് അപ്പോൾ തന്നെ ചോദിച്ച്, എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ചോദിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ ലൈവ് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ട്. സോ ലൈവ് ക്ലാസ് എന്നുള്ളൊരു വലിയൊരു ഫീച്ചറാണ്. വളരെയേറെ ഇഫക്റ്റീവ് ആയിട്ടൊരു ഫീച്ചറും കൂടിയാണ് ലൈവ് ക്ലാസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. ഇതെങ്ങനെ ചെയ്യും, ഇത് എങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെ ഈ കോൺസെപ്റ്റ് ആണോ ഇതിൽ വരേണ്ടത്, ഈ ഇക്വേഷൻ ആണോ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ കാണാൻ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സംശയങ്ങൾ അപ്പം തന്നെ സംശയങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സംശയങ്ങൾ ദൂരീകരിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒന്നുകൂടെ ആ കോൺസെപ്റ്റ്സ് ദൃഢമാവും അല്ലേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ദെൻ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടത് നമ്മൾ ആദ്യം അറിയണം അല്ലേ, എന്നാലല്ലേ പഠിക്കാൻ പറ്റും. അപ്പം ആ സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. അപ്പം സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെയുള്ള എന്താണ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാം, പഠിക്കാം. ദെൻ PDF നോട്ട്സ് ഉണ്ടായിരിക്കും. എല്ലാ കോൺസെപ്റ്റ്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. ദെൻ മെന്റർഷിപ്പ് സപ്പോർട്ട് അല്ലെ, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നൊരു ഗൈഡൻസ് തരുന്നതിനായിട്ട് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട്. എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് സ്റ്റക്കായി പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് ഗൈഡ് ചെയ്യുന്നതിനായിട്ട് പ്രോപ്പറായിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ദെൻ വീക്ക്ലി റിവിഷൻ എക്സാംസ്. വീക്ക്ലി റിവിഷൻ എക്സാം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതായത് നമ്മൾ ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആ കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലായോ അല്ലെങ്കിൽ നമുക്കത് ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ എന്താണ് ആ വീക്കിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു റിവിഷൻ എക്സാം എഴുതുമ്പോൾ എന്താണ് അതിലെ എല്ലാ ടോപ്പിക്സും ഏരിയാസും നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാനും പഠിച്ച കാര്യങ്ങൾ മനസ്സിലായൊന്ന് സ്വയം പരിശോധിക്കാനും അതുപോലെ തന്നെ വ്യക്തമായ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ. നമ്മുടെ എക്സാമിനുള്ളൊരു പ്രാക്ടീസ് അല്ലേ ഇത്. എക്സാമിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണ്, സമയമാണ് അല്ലേ. നമുക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റണം. ഒരു പക്ഷേ നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ്സ് ആയിരിക്കും, പക്ഷേ നമ്മൾ ആ സമയത്തിന് അത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം റിവിഷൻ എക്സാം എഴുതുന്നതിലൂടെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഈ എക്സാം എഴുതി തീർക്കുക, എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇതൊക്കെ നമുക്ക് ഓർമ്മ നിൽക്കുന്നുണ്ടോ, ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഓർമ്മ നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്താനായിട്ട് ഈ റിവിഷൻ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ മാർക്സ് നമ്മൾ പരിശോധിക്കുന്നതിലൂടെ ഓരോ റിവിഷൻ എക്സാം കഴിയുന്നവരും നമ്മുടെ മാർക്സ് കൂടി വരുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് വരും പഠിക്കാനായിട്ട്. പഠിച്ച കാര്യങ്ങൾ പ്രയോജനപ്പെടുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവാനായിട്ട് ഈ റിവിഷൻ എക്സാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ ലൈവ് ക്ലാസ്സിനും റിവിഷൻ എക്സാമിനും ഒക്കെ വ്യക്തമായിട്ടൊരു പങ്കുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം.
റിവിഷൻ എക്സാം, വീക്ക്ലി റിവിഷൻ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ PYQ അനാലിസിസ് ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ. അപ്പം അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലായോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന ടോപ്പിക്സിൽ നിന്ന് എന്താണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ ചോദിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പം അത്തരത്തിലായിരിക്കും ഇനി നമ്മൾ പഠിക്കുമ്പോൾ മുന്നോട്ട് നമ്മൾ കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോഴും ഇത്തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളൊരു ബോധം വെച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിനെന്ത് വേണം, PYQ വളരെയധികം PYQ അനാലിസിസ് എന്നുള്ളത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ എക്സാമിൻ്റെ പാറ്റേൺ, മാറി വരുന്ന പാറ്റേണിനെ കുറിച്ചും ഡിഫിക്കൽറ്റി ലെവലിനെ കുറിച്ചും അത് കൂടി വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് നമ്മൾ PYQ അനാലിസിസിലൂടെയാണ്. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് PYQ അനാലിസിസ് ഉണ്ടാകും. അതുപോലെ തന്നെ മോഡൽ എക്സാം ആൻഡ് മോക്ക് എക്സാം നമ്മൾ പറഞ്ഞല്ലോ, റിവിഷൻ എക്സാം എന്നുള്ളതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് മോഡൽ എക്സാമും മോക്ക് എക്സാം എന്ന് പറയുന്നത്. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരിക്കുള്ള എക്സാമിൻ്റെ അതേ മോഡലിൽ തന്നെ അതേ ടൈം ഷെഡ്യൂൾ വെച്ചിട്ടായിരിക്കും മോഡൽ എക്സാംസ് അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ കോൺസെപ്റ്റ്സും നമുക്ക് ഒരുമിച്ച് നമ്മൾ പഠിച്ച എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഒരുമിച്ച് പ്രോബ്ലംസ്, ക്വസ്റ്റ്യൻസ് കൈ കിട്ടുകയാണ്. ആ സമയത്തിനുള്ളിൽ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയാണ്. ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും ആയിട്ട് CC നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. സോ CSIR നെറ്റ് ഫിസിക്സിന്റെ ഒരു ലോങ് ടേം ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രഗത്ഭരായ അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അവരുടെ ഗൈഡൻസിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും ക്വസ്റ്റ്യൻസ് പരിശീലിക്കാനും ഒക്കെയുള്ളൊരു അവസരമുണ്ട്. ഒപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് സംശയങ്ങളൊക്കെ മാറ്റി പഠിച്ചു മുന്നേറാനുള്ളൊരു വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ അവസരം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം, ഒട്ടും വൈകരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. സോ ഇത്തവണ തന്നെ ഈ എക്സാം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ സ്വപ്നം നേടാൻ, ലക്ഷ്യം നേടാനൊക്കെ സാധിക്കണം. അപ്പം അതിന് വളരെ അടുക്കും ചിട്ടയോടുള്ളൊരു പഠനം ആവശ്യമാണ്. അപ്പം നിങ്ങൾ ഒട്ടും വൈകാതെ തന്നെ ഇപ്പം തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. സോ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്